നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകില്ല. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ശിക്ഷാവിധി നീട്ടിയിരിക്കുന്നത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും ഇന്ന് കോടതിയിൽ എത്തില്ല. വിധി അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്തോഷ് സല്ലങ്ങി കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം വിശദാംശങ്ങളുമായി. സന്തോഷ്, ഗുഡ് മോർണിംഗ്. വളരെ വലിയ തരത്തിൽ നാടിനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. അതിൽ ഈ പ്രതിയെ പിടികൂടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത്ര കണ്ട് മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ളതായിരുന്നു ഈ ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയതൊക്കെ. ഒരു ശിക്ഷാവിധി ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ഇതാ അതിൽ നിന്നും ആ വിധി ഇന്നുണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. ജഡ്ജിയുടെ അസൗകര്യമാണ് കാരണം അല്ലേ? വിവരങ്ങൾ എന്തെല്ലാമാണ്? ഗുഡ് മോർണിംഗ് സിന്ദൂരി. പാലക്കാട് രൂപീകരിച്ചിരുന്ന അതിവേഗ കോടതി, അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വിധി പറയേണ്ടത്. പക്ഷേ ജഡ്ജിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇന്ന് രാവിലെയോടുകൂടി അടിയന്തരമായി മാറ്റി മറ്റൊരു തീയതി നിശ്ചയിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ അതിവേഗ കോടതിയിൽ നിന്ന് ആ തീയതി പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പരയുടെ അന്തിമ വിധി ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇത് 2025-ലാണ് നെന്മാറ പൂത്തുണ്ടി ഭാഗത്ത് ആദ്യത്തെ കൊലപാതകം അരങ്ങേറുന്നത്. അന്ന് പ്രതിയായ ഈ ചെന്താമരാക്ഷൻ കരുതിയത് തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയും കുടുംബവും നടത്തിയ ചില കൂടോത്രമാണ് എന്നായിരുന്നു, ചില അന്ധവിശ്വാസങ്ങളായിരുന്നു. അതിൻ്റെ ഭാഗമായി അയൽവാസിയായ സജിതയെ ആദ്യം വെട്ടിക്കൊല്ലുന്നു. അത് തുടർന്ന് ഒളിവിൽ പോയി. ആ ഒളിവിൽ പോയതാണ് തൊട്ടടുത്തുള്ള മലനിരകളിലൊക്കെ ആയിരുന്നു ഒളിവിലായിരുന്നത്. പിന്നീട് ഏറെ പണിപ്പെട്ട് പോലീസ് അയാളെ പിടികൂടി. അതിനുശേഷം ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചതാണ്. ആ ശിക്ഷ ഇളവ് നേടി ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് പിന്നീട് സജിതയുടെ ഭർത്താവിനെയും അമ്മയും അവരുടെ വീട്ടിൽ ചെന്ന് കൊല്ലുന്നത്. ജാമ്യ കാലയളവിൽ ആ പ്രദേശത്തെ പോകാൻ പാടില്ല എന്ന് തന്നെ കോടതി വിധിച്ചാണ്. എന്നിട്ട് പോലും പോയിരുന്നു. അത് പോലീസിൻ്റെ തന്നെ വലിയ വീഴ്ചയായി ഈ വാദത്തിലുടനീളം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷം നടന്ന കൊലപാതകമാണ്. അത് വളരെ ഗൗരവത്തോടെയാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആദ്യത്തെ കൊലപാതകത്തിൽ 2 ജീവപര്യന്തമാണെങ്കിൽ ഇത്തവണ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പാടില്ല എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. 81 പേരെ ഇക്കാര്യത്തിൽ തെളിവെടുപ്പിനായി കോടതി മൊഴിയെടുത്തു. അതിൽ 41 പേരുടെ രേഖാമൂലമുള്ള മൊഴികൾ തന്നെ കോടതി വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയിൽ ഈ പ്രതിയുടെ സഹോദരനും ഭാര്യയൊക്കെ മൊഴി മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ പോലും കോടതി പിന്നീട് ബാക്കിയുള്ളവരുടെ മൊഴികളൊക്കെ വളരെ ശക്തമായിരുന്നു. ഈ പ്രദേശത്താകട്ടെ ഇപ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ പല അയൽക്കാരും മാറിപ്പോയിട്ടുണ്ട്. അവരൊക്കെ കോടതിയിൽ വന്ന മൊഴിയൊക്കെ നൽകുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ മൊഴികളും മറ്റ് തെളിവുകളും ഒക്കെ ഉള്ളതുകൊണ്ട് കടുത്ത തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആദ്യം ഇന്ന് സ്വാഭാവികമായി പ്രതീക്ഷിച്ചിരുന്നത് പ്രതി കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് പറയുക എന്നതായിരുന്നു. പക്ഷേ എന്തായാലും അത് നീട്ടിവച്ചിരിക്കുകയാണ് മറ്റൊരു ദിവസത്തേക്ക്. ഇനി ആ ദിവസം ഈ ആഴ്ച തന്നെ ആകണം എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. എന്തായാലും അതിനിപ്പോൾ നാളെ മറ്റന്നാൾ മാത്രമേ അതിവേഗ കോടതിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. സുന്ദൂരി.